ഇന്ന് ക്രിസ്തുവിനോടൊപ്പം വേദവചനജ്ഞാനവും പ്രാർത്ഥനയും. ജൂലൈ 5, 2025 ശനിയാഴ്ച. വേദവചനജ്ഞാനത്തിനായി. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്കു മറ്റൊരു സ്ഥലത്തുനിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എസ്തേർ 4:14 ദൈവഹിതത്തിനും പദ്ധതിക്കും അനുസൃതമായി തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് നമ്മുടെ സ്വാർത്ഥ തീരുമാനങ്ങൾ നമ്മെ തടയുന്നു. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ ശ്രമിക്കുന്നതിനു പകരം നമ്മുടെ സ്വാർത്ഥ ആശയങ്ങൾ അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ അവ നിറവേറ്റാൻ നമ്മൾ ശ്രമിക്കുന്നു. ഇസ്രായേലിന് വരാനിരിക്കുന്ന നാശത്തെക്കുറിച്ച് എസ്തേറിനോട് പറഞ്ഞു. എന്നാൽ അവൾ ആദ്യം തന്നെക്കുറിച്ചു തന്നെ ചിന്തിച്ചു. രാജാവിന്റെ ക്ഷണം അനുസരിക്കാതെ അകത്തു കടന്നാൽ തനിക്ക് സംഭവിക്കാവുന്ന അപകടത്തെക്കുറിച്ച് അവൾ ആഴ്ത്തി ചിന്തിച്ചു. അതിനാൽ ഈ ദുഷ്കരമായ സമയത്ത് തനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അവൾ നിഗമനത്തിലെത്തി. തന്നെ വളർത്തിയ മൊർദെഖായിക്ക് അവർ ഒരു സന്ദേശം അയച്ചു. പക്ഷേ ഈ സാഹചര്യത്തിൽ സഹായിക്കാൻ നിങ്ങൾക്ക് ഈ സ്ഥാനം ലഭിച്ചിരിക്കാമെന്നും നിങ്ങൾ പ്രവർത്തിക്കുകയും മൗനം പാലിക്കുകയും ചെയ്തില്ലെങ്കിൽ യഹൂദന്മാർക്ക് രക്ഷ മറ്റൊരിടത്തുനിന്ന് വരുമെന്നും പറഞ്ഞുകൊണ്ട് അവൻ അവളെ വെല്ലുവിളിച്ചു. അതിനുശേഷം എസ്തേർ ധൈര്യത്തോടെ എഴുന്നേറ്റു. സ്വയം ഉപവസിക്കാനുള്ള പടികൾ പറഞ്ഞു. ധൈര്യത്തോടെ രാജാവിന്റെ അടുക്കൽ പോകാൻ തീരുമാനിച്ചു. പലപ്പോഴും നമ്മുടെ സ്വാർത്ഥ ചിന്തകൾ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ശരിയായി നിറവേറ്റാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നമ്മെ തള്ളിവിടും. പകരം ഇനി ഞാൻ അല്ല, ക്രിസ്തുവാണ് എന്ന് പറയാൻ നാം തയ്യാറാകണം. ഞാൻ ആഗ്രഹിക്കുന്നതല്ല, മറിച്ച് അവൻ എനിക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നത്. ഇന്ന് കുടുംബങ്ങൾ വിഭജിക്കപ്പെടുകയും ചെയ്യുന്നതിന് പലപ്പോഴും കാരണം സ്വാർത്ഥ ചിന്തകളും പ്രവൃത്തികളുമാണ്. കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലൂടെ പോരാടി എങ്ങനെയെങ്കിലും ഒരു കുടുംബം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നതിന് പകരം എത്ര പേർ സ്വാർത്ഥ കാരണങ്ങളാൽ വിവാഹ ഉടമ്പടി ലംഘിക്കുന്നു? എത്ര കുട്ടികളെ ഇത് ബാധിക്കുന്നു? നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിന്റെ ഉദ്ദേശ്യം നിറവേറ്റാൻ കഴിയുന്ന തരത്തിൽ നാം ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യങ്ങളിലാണ് നാം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവന്റെ ഉദ്ദേശ്യത്തോടെ നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കാം. ലക്ഷ്യമില്ലാത്ത ജീവിതം ഉപയോഗശൂന്യമാണ്. കഴിഞ്ഞ കാലം കടന്നുപോകട്ടെ, ഭാവി നമുക്ക് ഉപയോഗപ്രദമാക്കാം. പ്രാർത്ഥന. സ്നേഹത്തിന്റെ ദൈവമേ, എന്നിൽ നിന്ന് സ്വാർത്ഥ ചിന്തകൾ നീക്കം ചെയ്ത് നിന്റെ ഉദ്ദേശ്യമനുസരിച്ച് എന്റെ ജീവിതം സമ്പന്നമാക്കണമേ. ആമേൻ. കർത്താവ് തന്നെ നിങ്ങളെ നയിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ.